ഹലോ കൂട്ടുകാരെ, 8ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റായ ഒന്നല്ലി നാം എന്ന യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററായ സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗമാണ് നാം ഇന്ന് നോക്കാനായി പോകുന്നത്. മലാല യൂസഫ്സായിയുടെ പ്രസംഗത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മുടെ പാഠം. 1997 ജനിച്ച മലാല യൂസഫ്സായി 2012 സ്കൂളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് തീവ്രവാദ ആക്രമണങ്ങളുടെ ഫലമായി അവരുടെ തലയിലും കഴുത്തിലുമൊക്കെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായി. ആ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട മലാല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുമൊക്കെ പറയുകയുണ്ടായി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ടെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കലാപങ്ങളും കുട്ടികളുടെ ബാല്യകാലത്തെയും സമാധാനപൂർവമായ ജീവിതത്തെയും ഇല്ലാതാക്കുകയാണ് എന്നും മലാല പറഞ്ഞു. 2014 നൊബേൽ സമ്മാനം ലഭിച്ച മലാല ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവാണ്. മലാലയുടെ പ്രസംഗത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. മലാലയുടെ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ശുഭയാണ്. നമുക്ക് പാഠഭാഗം നോക്കാം. ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം. അല്ലേ, അപ്പം മലാലയുടെ ജീവിതത്തിൽ ആയുധങ്ങൾ കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, മലാലയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസത്തിൻ്റെ തിളക്കമാണ് ആരിൽ കാണാൻ കഴിയുന്നത്? മലാല എന്ന പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം എന്താണ്? സ്വപ്നച്ചിറകിൽ. അല്ലേ, അപ്പോൾ സ്വപ്നങ്ങളെ നമ്മൾ ചിറകുമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാറുണ്ടല്ലേ. സ്വപ്നങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. അവ ചിറകുകൾ വിരിച്ച് പറക്കാനുള്ളവയാണ് നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? സ്വപ്നച്ചിറകിൽ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പം നമുക്ക് ഈ പ്രസംഗം നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. അപ്പോൾ ഒരു മലാല ദിനത്തിൽ മലാല യൂസഫ്സായി നടത്തിയ പ്രസംഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് മലാല ദിനം? ജൂലൈ 12 മലാല ദിനം കേട്ടോ. മലാല യൂസഫ്സായിയോടുള്ള ആദരസൂചകമായി ജൂലൈ 12 എന്ത് ചെയ്യുന്നുണ്ട്? മലാല ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ മലാല ദിനത്തിൽ മലാല യൂസഫ്സായി തന്നെ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് മലാല പറയുന്നത്? മലാല ദിനമെന്ന് പറയുന്നത് എൻ്റെ ദിനമല്ല, എൻ്റെ ദിവസമല്ല, മറിച്ച് ആർക്കൊക്കെയുള്ള ദിവസമാണ്? ലോകത്ത് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ദിവസമാണ് ഇന്നെന്നാണ് ആര് പറയുന്നത്? മലാല പറയുന്നത്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്നാണ് മലാല പറയുന്നത്? സമാധാനം, വിദ്യാഭ്യാസം, സമത്വം, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി ലോകത്തെമ്പാടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകൾ പോരാടുന്നുണ്ട്. അങ്ങനെ പോരാടുന്ന ആളുകളിൽ ഒരാൾ മാത്രമാണ് താനെന്ന് മലാല പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയുമൊക്കെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. അപ്പം അർഹതപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് താൻ സംസാരിക്കുന്നത് എന്ന് മലാല പറയുന്നു. അടുത്ത നോക്കൂ. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്ത് കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരേയൊരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളർത്തിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ്.
അപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത് മലാലയ്ക്ക് വെടിയേറ്റ ആ സംഭവത്തെ പറ്റിയാണ്. 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എന്ത് ചെയ്തു? മലാലയ്ക്ക് നേരെ വെടിയുതിർത്തു. അതായത് സ്കൂളിൽ പോയ ആ കുട്ടികളെ എന്ത് ചെയ്യുകയാണ്? വെടിവെക്കുകയാണ് അല്ലേ? അപ്പോൾ ആ വെടിയുണ്ടകൾ എന്ത് ചെയ്യുമെന്ന് കരുതി? തങ്ങളെ നിശബ്ദരാക്കുമെന്ന്, അതായത് അവർക്കെതിരെ ഇനി മുതൽ സംസാരിക്കില്ലെന്നും ഇനി വിദ്യാഭ്യാസം നേടാൻ പോകില്ല എന്നുമൊക്കെ അവർ കരുതിയിട്ടാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. പക്ഷേ അതോടുകൂടി എന്ത് ചെയ്തു? നിശബ്ദരാകുമെന്ന് കരുതിയെടുത്ത് നിന്ന് കൂടുതൽ ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. ആ വെടിയുണ്ടകൾക്കൊന്നും മലാലയുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. മലാലയുടെ സ്വപ്നങ്ങൾ തകർക്കാനും ആ വെടിയുണ്ടകൾക്ക് കഴിഞ്ഞില്ല. പകരം എന്താണ് സംഭവിച്ചത്? അതോടുകൂടി ഭയത്തിനും നിരാശയ്ക്കും പകരം മലാലയിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും ഉണ്ടാവുകയാണ് ചെയ്തത്. ഇപ്പോഴും താൻ അതേ മലാല തന്നെയാണെന്നും തൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോഴും പഴയതു തന്നെയാണെന്നും ആവർത്തിക്കുന്നു. അടുത്ത ഭാഗം, ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. ഇനി അടുത്തതായിട്ട് ലോകത്തെ നയിക്കുന്ന നേതാക്കന്മാരോടും ഗവൺമെൻറ്റുകളോടും പറയാനുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കണം. അതായത് ഏതൊരു നിയമം ഉണ്ടാക്കിയെടുക്കുമ്പോഴും അവിടെ ചില മുൻഗണനകൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ കാര്യങ്ങളാണ് ആദ്യം നടക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി അവിടെ എന്ത് വെക്കണം? സമാധാനവും ഐശ്വര്യവും വെക്കണം. എപ്പോഴും എന്താണ് ഒരു രാജ്യത്തുണ്ടാകേണ്ടത്? സമാധാനവും ഐശ്വര്യവുമാണ്. അതായിരിക്കണം ഇനി മുതൽ നിങ്ങളുടെ മുൻഗണനകൾ. അതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ആലോചനകൾ നടത്തിയാലും ആ ആലോചനകളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളായിരിക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ ഉൾപ്പെടുത്താത്ത ഒരു ആലോചനകളും ഇനി മുതൽ സ്വീകാര്യമല്ല എന്നും അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. അടുത്ത ഭാഗം, എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളോടുമായിട്ട് മലാല എന്താണ് പറയുന്നത്? മലാല മാത്രമല്ല, മലാല സ്വയം പറയുന്നതായിട്ടല്ല പറയുന്നത്, മറിച്ച് എന്താണ്? ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് താൻ സംസാരിക്കുന്നതെന്ന് മലാല ആദ്യമേ തന്നെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്കെല്ലാം പറയാനുള്ള കാര്യം എന്താണ്? എല്ലാവർക്കും എന്ത് നൽകണം? ഓരോ കുഞ്ഞുങ്ങൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അക്കാര്യം തന്നെയാണ് മലാലയും പറയുന്നത്. എല്ലാ ലോകരാജ്യങ്ങളോടുമായിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങൾക്ക് എന്ത് നൽകണം? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകണം. നിയമം ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ കുട്ടികൾക്കും അത് കിട്ടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തുക തന്നെ ചെയ്യണം. അതുപോലെ കുട്ടികളെ വേദനകളിലേക്കും മുറിവുകളിലേക്കുമൊക്കെ തള്ളിവിടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും അക്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം ദരിദ്രവും വികസ്വരവുമായ രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരിടത്ത് യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങൾ നടക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ സമാധാനമായി ഒന്നുചേർന്ന് കളിക്കാനോ കുറച്ചു നേരം സന്തോഷത്തോടു കൂടി ഇരുന്ന് അവരുടെ സമയം ചെലവഴിക്കാനോ ഒക്കെ അവർക്ക് കഴിയുമോ? ഇല്ല. നമ്മളിപ്പം യുദ്ധം നടക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലേ, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അഭയാർത്ഥി ക്യാമ്പുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജീവന് വേണ്ടി ഓടുകയാണല്ലേ. അപ്പോൾ ജീവന് വേണ്ടി അവർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്കൂളിൽ പോകാനോ പഠിക്കാനോ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെ പോലെ സാധാരണ പോലെ കളിച്ച് നടക്കാനോ അല്ലേ TV കണ്ടിരിക്കാനോ ഒന്നിനും അവർക്ക് കഴിയുന്നില്ലല്ലേ. അപ്പോൾ അവരുടെ ബാല്യം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ ജനിക്കുമ്പം തൊട്ട് യുദ്ധത്തിൻ്റെ നടുവിലേക്കാണ് ആ കുട്ടി ജനിച്ച് വീഴുന്നതെങ്കിൽ അതിൻ്റെ ബാല്യം അല്ലെങ്കിൽ അതിന് സന്തോഷത്തോടിരിക്കുന്ന സമയം ആ കുട്ടിക്കില്ല. അപ്പം ഈ വേദനകൾക്കിടയിൽ നിൽക്കുന്ന മാതാപിതാക്കൾക്കും ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മളിവിടെ കാണുന്ന കുട്ടികളെ പോലെ ആ കുട്ടിയെ കൊഞ്ചിക്കാനും ഒന്നും പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ എന്തറിയത്തുള്ളൂ? അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. അപ്പം മലാല ആ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മലാല എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് പറയുന്നത്, കുട്ടികളെ എന്ത് ചെയ്യരുത്? ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും മുറിവുകളും ഒക്കെ ഏൽക്കാൻ കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്നാണ് എല്ലാ രാജ്യങ്ങളോടുമായിട്ട് മലാല എന്ത് ചെയ്യുന്നത്? പറയുന്നത്.
ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റേതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം, അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. അടുത്തതായി എല്ലാ മതങ്ങളോടും പറയുകയാണ്, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ പേരിലുള്ള വിവേചനങ്ങൾ ഇല്ലാതെയാക്കാൻ. സ്ത്രീകൾക്കും എന്ത് വേണം? തുല്യനീതിയും തുല്യ അവസരവും വേണം. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിവേചനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ? അതിൽ തന്നെ പുരുഷന്മാരെക്കാൾ വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നത് ചിലപ്പോൾ ആരായിരിക്കാം? സ്ത്രീകളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്? തുല്യ അവസരത്തിനും തുല്യനീതിക്കുമുള്ള അവകാശമുണ്ട്. അതുപോലെ ആർക്കുമുണ്ട്? ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും, അത് ആൺകുഞ്ഞായിക്കോട്ടെ പെൺകുഞ്ഞായിക്കോട്ടെ, ഓരോ കുഞ്ഞുങ്ങൾക്കും എന്തിനുള്ള അവകാശമുണ്ട്? നല്ലൊരു ജീവിതത്തിനുള്ള അവകാശമുണ്ട്. അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? അപ്പോൾ അവർ ജനിച്ചു വീഴുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, പക്ഷെ അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവർക്ക് നല്ല ജീവിതം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. അതുപോലെ അവർക്ക് എന്ത് വേണം? അറിവും സമാധാനവും വേണം. എങ്കിൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായിട്ട് വളർന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് അതൊക്കെ ലഭ്യമാക്കണം എന്നാണ് ആര് പറയുന്നത്? മലാല പറയുന്നത്. അതുപോലെ എന്ത് പറയുന്നു? നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് ശബ്ദമുയർത്താം എന്നും ആര് പറയുന്നു? മലാല യൂസഫ്സായി പറയുന്നു. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. അപ്പോൾ നമ്മൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത്? നമ്മുടെ വാക്കിൻ്റെ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്? ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് ശബ്ദമുയർത്തണം. ഒന്നിച്ച് ശബ്ദമുയർത്തി ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും എന്നാണ് മലാല പറയുന്നത്. അറിവ് കൊണ്ട് നമ്മളതിന് സ്വയം സജ്ജമാകണം. നമ്മൾ ഒരുങ്ങണമല്ലേ? നമ്മൾ വെറുതെ നമുക്ക് ശബ്ദമുയർത്താൻ കഴിയും. അതിന് നമുക്ക് എന്തുണ്ടാകണം? അറിവുണ്ടാകണം. അറിവിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ഒരുങ്ങി നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും ഒന്നാകണം. അല്ലാതെ നമ്മൾ ഒരു ദേശത്തുള്ളവരാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു രാജ്യക്കാരാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജാതിയിൽപ്പെട്ടവരാണെന്നോ ഒരു മതത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞോ ഒരേ ലിംഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞോ ഒന്നുമല്ല നമ്മൾ ഒന്നാവേണ്ടത്. മറിച്ച് എന്തിലൂടെയാണ്? സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്നായി നിൽക്കാം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മലാല യൂസഫ്സായിയുടെ ഈ പ്രസംഗം നമ്മൾ പറഞ്ഞു വിവർത്തനം ചെയ്ത ആരാണ്? ഡോക്ടർ ശുഭയാണ്. ഡോക്ടർ ശുഭയുടെ പുസ്തകത്തിന്റെ പേര് മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്നാണ് കേട്ടോ. ആ പുസ്തകത്തിൽ മലാല യൂസഫ്സായിയുടെ പ്രസംഗങ്ങളുണ്ട്. അതിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. മലാല യൂസഫ്സായിക്ക് ഗുൽമക്കായി എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്നാണല്ലോ നമ്മുടെ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഗുൽമക്കായി എന്നുള്ളത് മലാലയുടെ പേര് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. അഭിപ്രായം പറയാം. മലാലയുടെ പ്രസംഗം വായിച്ചുവല്ലോ. മലാല ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന ആശയങ്ങൾ വ്യക്തിഗതമായി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. സമാധാനം, വിദ്യാഭ്യാസം, സമത്വം എന്നിവ എല്ലാവരുടെയും അവകാശമാണ്. ലോകത്തെ നയിക്കുന്ന ആളുകൾ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കണം. എന്ത് കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തണം. കുട്ടികളെ വേദനയിലേക്കും മുറിവുകളിലേക്കും തള്ളിവിടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കണം. ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം എന്നിവയിലൂന്നിയ വിവേചനങ്ങൾ ഇല്ലാതെയാക്കണം. തുല്യ അവസരവും തുല്യനീതിയും സ്ത്രീകൾക്കും ലഭ്യമാക്കണം. അതിനായി സ്കൂളുകളും വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭ്യമാക്കണം. ഇവയെല്ലാമാണ് മലാല ലോകത്തോട് പറയുന്നത്. പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ എഴുതണം. അടുത്ത ചോദ്യം നോക്കാം. പ്രഭാഷണം തയ്യാറാക്കാം. കുട്ടികൾക്ക്, വിശേഷിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് മലാല ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കുക.
അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, 1997 ജനിച്ച മലാല 2012 വെടിയേൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷമാണ് മലാല എന്ത് ചെയ്തത്? ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയും കുട്ടികളുടെ അവകാശത്തെ പറ്റിയും ഒക്കെ സംസാരിച്ച് തുടങ്ങുന്നത്. ആ സമയത്ത് മലാലയ്ക്ക് എത്ര വയസ്സുണ്ടാകും? 14-15 വയസ്സേ ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങളെക്കാൾ എന്താണ് 1-2 വയസ്സ് കൂടുതലുള്ളൊരു കുട്ടിയാണ് ആ സമയത്ത് മലാല. ആ പ്രായത്തിൽ തന്നെ മലാല എന്ത് ചിന്തിച്ചു തുടങ്ങി? കുട്ടികളെ പറ്റിയും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ മലാല ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ടീച്ചർ ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ മോഡൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രസംഗം വിപുലമാക്കണേ. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് മാർച്ച് 8 വനിതാ ദിനം. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ആ അവകാശം ലഭ്യമാകുന്നുമുണ്ട്. എങ്കിലും സ്ത്രീകളുടെ തുടർപഠനം ഇപ്പോഴും ആശങ്കയിലാണ്. തങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യമൊന്നും ലഭിക്കാത്തവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. അവർ പഠിക്കുന്ന വിഷയം, പഠിക്കുന്ന കലാലയം, അവർ ചെയ്യേണ്ട തൊഴിൽ, വിവാഹ ജീവിതം ഇതെല്ലാം മറ്റുള്ളവരുടെ തീരുമാനങ്ങളാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. കാലം മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴും കാര്യങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വിവാഹശേഷം ഭൂരിഭാഗം സ്ത്രീകളുടെയും പഠനം അവസാനിക്കുന്നു. പിന്നീട് തുടർന്ന് പഠിക്കാനോ ഒരു തൊഴിൽ കണ്ടെത്താനോ അവർക്ക് കഴിയുന്നില്ല. അടുക്കളയ്ക്കുള്ളിൽ മാത്രമായി അവരുടെ ജീവിതം ഒതുങ്ങിപ്പോകുന്നു. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്കാണെങ്കിലും തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ വേതനം അവർക്ക് ചിലപ്പോൾ ലഭിക്കാതെ വരാം. മാത്രവുമല്ല, ഗർഭകാലാവധി ഒക്കെ എടുക്കേണ്ടി വരുന്നതിനാൽ തന്നെ ചില ജോലികളിൽ അവരെ പരിഗണിക്കാറുമില്ല. ഇത്തരത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട്. അത് ലഭിക്കാതെ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനകൾ നൽകണമെന്ന് നാം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന ചിന്തയും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ജൈവികമായ മാറ്റങ്ങളല്ലാതെ ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുള്ള ബോധ്യവും എല്ലാവരിലും ഉണ്ടായാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പരിഗണനകൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ ഇല്ലാതെയാക്കാം. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനും തൊഴിൽ നേടാനും തൊഴിൽ ചെയ്യാനും അവർക്ക് അവകാശമുണ്ട്. അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കാൻ എല്ലാവർക്കും കഴിയണം. അതിനുള്ള മാനസിക വികാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അറിവുകളും നിഗമനങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താം. കേട്ടോ കൂട്ടുകാരെ? അടുത്ത ചോദ്യം നോക്കാം. പാനൽ ചർച്ച. സ്വപ്നച്ചിറകിൽ, ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ ആ ചർച്ചയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉത്തരവായിട്ട് തന്നിട്ടുള്ളത്. സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, സമത്വം, വിദ്യാഭ്യാസം എന്നിവയെ പറ്റിയാണ് പറയുന്നത്. ഏതൊരു നിയമവ്യവസ്ഥിതിയിലും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അവരെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പാടില്ല. എല്ലാ കുട്ടികളും സമാധാനപരമായൊരു ബാല്യകാലവും വിദ്യ നേടാനുള്ള അവകാശവും അർഹിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന നോവൽ ഭാഗത്ത് ശക്തയായ ചേതന എന്ന കഥാപാത്രമാണ് കടന്നു വരുന്നത്. ഇതുവരെ സ്ത്രീകൾ ആരും കടന്നു വന്നിട്ടില്ലാത്ത ഒരു തൊഴിൽ മേഖലയിലേക്ക് വളരെ ധൈര്യത്തോടെ കടന്നു വരുന്ന പെൺകുട്ടിയാണ് ചേതന. ആരുടെയും ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറാതെ ഉത്തരം പറയാനുള്ള ആത്മധൈര്യവും അവൾക്കുണ്ട്. തന്നിലൂടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും താൻ മറ്റു പല സ്ത്രീകൾക്കും പ്രചോദനമാകണമെന്നും ചേതന ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത് 2 പാഠഭാഗങ്ങളിൽ എന്താണ് സ്ത്രീപക്ഷ വീക്ഷണമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് സ്ത്രീകൾക്ക് മുന്നേറാൻ കഴിയാത്ത പ്രതിബന്ധങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളാണുള്ളത്? അതായത് സ്ത്രീകൾക്ക് നേരിടുന്ന വിവേചനങ്ങൾ, അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം ലഭിക്കാത്തത്, തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിവേചനങ്ങൾ, തുല്യ വേതനം ലഭിക്കാത്തത്, ഇങ്ങനെയുള്ള
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ചർച്ചയിൽ ആ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആൽബം തയ്യാറാക്കാം. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത്വചനങ്ങൾ ശേഖരിക്കുക. അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അതുപോലെ തന്നെ മഹാന്മാരുടെ ചിത്രങ്ങളും ശേഖരിച്ച് ആൽബം തയ്യാറാക്കണേ. അപ്പോൾ 2-3 വചനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലക്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മഹത്വചനങ്ങൾ കണ്ടെത്തുക, ആരാണ് പറഞ്ഞതെന്ന് കണ്ടെത്തുക, അവരുടെ ചിത്രം ഒപ്പിക്കുക, എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് ആൽബം തയ്യാറാക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ശില്പശാല. പ്രസംഗകലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി ഭാഷാ ക്ലബ്ബുമായി ചേർന്ന് ഒരു പ്രസംഗ പഠന ശില്പശാല സംഘടിപ്പിക്കുക. ഇതിനായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് ചർച്ച ചെയ്ത് തീരുമാനിക്കൂ. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സ്ഥലവും തീയതിയും നിശ്ചയിക്കൽ. അപ്പോൾ നമ്മൾ എന്നാണ് ഈ ശില്പശാല നടത്തുന്നതെന്നുള്ള സ്ഥലം എവിടെ വെച്ചാണ്, അതുപോലെ തന്നെ എന്താണ് തീയതിയും നിശ്ചയിക്കണം. പരിശീലകരെ കണ്ടെത്തൽ, അതായത് നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ള പരിശീലനമാണല്ലോ തരുന്നത്, അപ്പം നല്ല കുറച്ച് പ്രാസംഗികരെ എന്തിനു വേണ്ടി കണ്ടെത്തണം, നിങ്ങൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി കണ്ടെത്തണം. സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കണ്ടെത്തൽ ഓർ വിവരശേഖരണം. അപ്പം എന്താണ് പ്രസംഗ പരിശീലനമാണ്, അപ്പം അതിനു വേണ്ടി എന്താണ് നമ്മളെപ്പോഴും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. ശില്പശാലയുടെ ഉള്ളടക്കം നിശ്ചയിക്കൽ, ആസൂത്രണം. അപ്പോൾ എന്താണ് ഉള്ളടക്കം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശില്പശാലയിൽ നടത്തേണ്ടതെന്ന് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആസൂത്രണം നടത്തണം, അല്ലേ, പ്ലാൻ ചെയ്ത് വെക്കണം. പരസ്യം, നോട്ടീസ്, പോസ്റ്റർ, അനൗൺസ്മെന്റ്. അപ്പോൾ എന്താണ് ഇത് നമ്മൾ ശില്പശാല നടത്താൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മാത്രമല്ലല്ലോ അറിയേണ്ടത്, മറ്റെല്ലാവരെയും അറിയിക്കണം. ഇപ്പം നിങ്ങളുടെ 8ാം ക്ലാസ്സുകാരാണ് നടത്താൻ പോകുന്നതെങ്കിൽ സ്കൂളിലുള്ള മറ്റ് ക്ലാസ്സുകാരെയെല്ലാം അറിയിക്കണം, അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്താണ് നോട്ടീസ് തയ്യാറാക്കാം, പോസ്റ്റർ തയ്യാറാക്കാം, അനൗൺസ്മെന്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിശ്ചയിച്ച് അതൊക്കെ എഴുതി തയ്യാറാക്കാം. പങ്കാളിത്തം ഉറപ്പാക്കൽ. അതുപോലെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. ഇപ്പോൾ പരിശീലകരെ ക്ഷണിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കുന്നു. ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതിലാണോ കഴിവുകൾ ഉള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിലൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പ്രസംഗ ശില്പശാലയിലിരുന്ന് പരിശീലിക്കുക, അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരെ സഹായിച്ച് നിങ്ങൾക്കും അതൊക്കെ പഠിച്ചെടുക്കുക, അല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ പങ്കാളിത്തം എന്ത് ചെയ്യണം, ഇതിൽ ഉറപ്പ് വരുത്തുക തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു പാഠഭാഗം, അതായത് നമ്മളുടെ യൂണിറ്റ് തന്നെ 3ാമത്തെ യൂണിറ്റ് തന്നെ ഈ ഒരു ചാപ്റ്ററോട് കൂടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 പാഠഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂട്ടുകാരെ. ഈ പാഠഭാഗത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു കൂട്ടുകാരെ.